പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ പൊന്നു തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുക്രിസ്തുവിൽ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ, ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ പൊന്നു തമ്പുരാൻ്റെ പാദപീഠത്തിൽ അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കിയിരുന്ന് അവിടുത്തെ തിരുവായിൽ നിന്ന് പൊഴിഞ്ഞു വീഴുന്ന തേനിനേക്കാൾ തെൻകട്ടയേക്കാൾ മാധുര്യമുള്ള മധുമൊഴികളെ സ്വീകരിപ്പാൻ നമുക്ക് ഭാഗ്യവും സന്ദർഭവും തന്ന നല്ലവനായ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് പാദപീഠത്തിലിരുന്ന് കാതോർക്കാം. തമ്പുരാൻ നമ്മുടെ കാതിൽ ഓതിത്തരും മധുരമുള്ള ചില വാക്കുകൾ. ഇന്ന് നമ്മുടെ ധ്യാനചിന്തയ്ക്കായിട്ട് അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലെ 2-ാമത്തെ അധ്യായം 6-7 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലെ 2-ാം അധ്യായത്തിലെ 6-7 തിരുവചനങ്ങൾ. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പീൻ. വളരെ മധുരമായ ഒരു ധ്യാനചിന്തയാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്ന അടിസ്ഥാനപരമായ ചിന്ത. ഒന്ന്, കർത്താവിനോട് കൂട്ടായ്മയുള്ളവരായിരിപ്പിൻ എന്നാണ്. നിങ്ങൾ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. അപ്പോൾ കൈക്കൊണ്ടാൽ പോരാ, ആ കൂട്ടായ്മയിൽ നിലനിൽക്കണം എന്നുള്ളതായൊരു വലിയ ചിന്ത. ഇന്ന് ഒരുപാട് പേര് യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടു, പിന്നെ ഉപേക്ഷിച്ചു. വീണ്ടും കൈക്കൊണ്ടു, വീണ്ടും ഒരവസരത്തിൽ ഉപേക്ഷിച്ചു. വീണ്ടും കൈക്കൊണ്ടു, വീണ്ടും ഒരവസരത്തിൽ ഉപേക്ഷിച്ചു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊരു ബന്ധമല്ല ക്രിസ്തുവുമായി നമുക്കുണ്ടാകേണ്ടത്. നിങ്ങളവനെ കൈക്കൊണ്ടുവെങ്കിൽ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നിലനിൽക്കണം. യേശുക്രിസ്തുവുമായി വേർപിരിയാത്ത ഒരു ബന്ധം നാം സ്ഥാപിക്കണം. നിരന്തരമായി നാം അവനിൽ ഒന്നായിരിക്കണം, അവൻ നമ്മിലും ഒന്നായിരിക്കണം. അങ്ങനെ ഒരാത്മബന്ധമാണ് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത്, വേർപിരിക്കാനാകാത്ത ആത്മബന്ധം. ഈ കൂട്ടായ്മയെ സംബന്ധിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ ആരംഭത്തിൽ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 3-4 വാക്യങ്ങൾ ഇതോട് ചേർത്ത് കേൾക്കുക. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. അപ്പോസ്തലനായ യോഹന്നാനാണ് പറയുന്നത്. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനോടും ആകുന്നു. അത് പരിശുദ്ധാത്മാവും മുഖാന്തിരം ആകുന്നു. അപ്പോൾ ദൈവത്തോടുള്ള വേർപിരിക്കാനാകാത്ത കൂട്ടായ്മ, ആത്മബന്ധം, രണ്ടായി ചിന്തിക്കുന്നില്ല, ഒന്നായി ചിന്തിക്കുന്ന ഒരവസ്ഥ. അതാണ് കൂട്ടായ്മ. രണ്ടായി കാണുന്നില്ല, ഒന്നായി കാണുന്ന ഒരവസ്ഥ. എന്ന് വെച്ചാൽ ദൈവത്വത്തിൽ ഞാൻ ഏകീഭവിക്കുന്ന ഒരവസ്ഥ. എൻ്റെ ജീവിതത്തിൽ ഒരു സംഗതിയും ദൈവത്തെ കൂടാതെ ഞാൻ ചെയ്യുന്നില്ല എന്നൊരവസ്ഥ. എൻ്റെ ജീവിതത്തിൽ ഒരു സംഗതിയും ദൈവത്തെ കൂടാതെ ഞാൻ ചിന്തിക്കുന്നില്ല എന്നൊരവസ്ഥ. എൻ്റെ ജീവിതത്തിൽ ഒരു വാക്കും ദൈവത്തെ കൂടാതെ ഞാൻ പറയുന്നില്ല എന്നൊരവസ്ഥ. എൻ്റെ ജീവിതത്തിൽ ഒരു കാഴ്ചയും ദൈവത്തെ കൂടാതെ ഞാൻ കാണുന്നില്ല എന്നൊരവസ്ഥ. മുഴുസമയം ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കൂടെയാണ്. രാവിലും പകലിലും ഊണിലും ഉറക്കത്തിലും പോക്കിലും വരവിലും നിൽപ്പിലും കിടപ്പിലും ഇരിപ്പിലും ഒക്കെ ദൈവം എൻ്റെ കൂടെ, ഞാനവൻ്റെ കൂടെ. ഒരിക്കലും ഞാൻ തനിച്ചല്ല, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കൂട്ടായ്മയിലാണ്. അവൻ എന്നെയും ഞാൻ അവനെയും മുഴുസമയം കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ഒരവസ്ഥ. ഇതാണ് പ്രിയപ്പെട്ടവരെ ഈ കൂട്ടായ്മ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കൂട്ടായ്മ ദൈവവുമായിട്ടാണ് അടിസ്ഥാനപരമായിട്ടുണ്ടാകേണ്ടത്. ആഴമേറിയ കൂട്ടായ്മ, രണ്ടായി ചിന്തിക്കാത്ത, രണ്ടായി പറയാത്ത, രണ്ടായി കാണാത്ത, രണ്ടായി കേൾക്കാത്ത
രണ്ടായി പ്രവർത്തിക്കാത്ത ഒരവസ്ഥ. ദൈവത്തോട് കൂടെ എല്ലാം ചെയ്യുക. ഞാൻ എൻ്റെ ദൈവത്തിലും ദൈവം എന്നിലും ഏകീഭവിക്കുന്ന, ഇതാണ് കൂട്ടായ്മയുടെ അനുഭവം. ഇതിൽ നിലനിൽക്കാനാണ് അപ്പോസ്തലൻ നമ്മെ ഉപദേശിക്കുന്നത്. ദൈവത്തോടുള്ള കൂട്ടായ്മ മുറുകെ പിടിക്കുക, അതിൽ നിലനിൽക്കുക. അപ്പോൾ കൂട്ടായ്മ ഒന്നാമത് ഉണ്ടാകേണ്ടത് ദൈവത്തോടാണ്. ദൈവത്തോട് കൂട്ടായ്മ പാലിക്കുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ സ്വന്തം താല്പര്യങ്ങൾ പലതും ഉപേക്ഷിക്കേണ്ടി വരും. ഈ കൂട്ടായ്മ ബന്ധത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. എൻ്റെ വ്യക്തി താല്പര്യങ്ങൾ പലതും സ്വാർത്ഥത നിറഞ്ഞതോ മോഹങ്ങൾ നിറഞ്ഞതോ ഒക്കെ ആയിരിക്കും. സ്വാർത്ഥതകളും മോഹങ്ങളും നിറഞ്ഞ എൻ്റെ വ്യക്തി താല്പര്യങ്ങളെ ദൈവത്തോടുള്ള ആഴമേറിയ ബന്ധത്തിലിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ കൂടെ കൊണ്ട് നടക്കാൻ പറ്റില്ല. ഞാനത് ഉപേക്ഷിക്കണം. അപ്പോൾ എൻ്റെ വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ ഞാൻ ദൈവത്തെ തെല്ലും മാറ്റി നിർത്തണം. ഇന്ന് പലരും ചെയ്യുന്നു, ഭൂരിപക്ഷം പേരും ചെയ്യുന്നത് ഇതാണ്. വ്യക്തി താല്പര്യങ്ങളെ താലോലിക്കാൻ വേണ്ടി ദൈവത്തെ തെല്ലും മാറ്റി നിർത്തുന്ന ഒരവസ്ഥ. ദൈവം മാറി നിന്നിട്ടില്ല ആരെയും വിട്ട്, നാം ദൈവത്തെ മാറ്റി നിർത്തിയതാണ്. ഒന്ന് പരിശോധിക്കേ. ദൈവ കൂട്ടായ്മയിൽ നിൽക്കുന്ന ഒരാൾക്ക് തിന്മ പ്രവർത്തിക്കാൻ കഴിയില്ല. തിന്മ പ്രവർത്തിക്കുന്ന ഒരാളും ദൈവ കൂട്ടായ്മയിലല്ല, ഉറപ്പായിട്ടുമല്ല. അപ്പോൾ കമ്പനിയൊക്കെ കിട്ടിയപ്പോൾ അല്പമൊന്ന് മിനുങ്ങാൻ ഒരവസരം കിട്ടിയപ്പോൾ ദൈവ കൂട്ടായ്മ ഉപേക്ഷിച്ച് ഒരാൾ കുടിയൻ കൂട്ടായ്മയിലേക്ക് ചേക്കേറിയെങ്കിൽ അത് ദൈവത്തിൻ്റെ കുറ്റമൊന്നുമല്ല. ദൈവ കൂട്ടായ്മ ലഭിച്ച മനുഷ്യൻ ദൈവ കൂട്ടായ്മയിൽ നിലനിൽക്കണം. അതിനുള്ള അവസരങ്ങളാണ് എപ്പോഴും അന്വേഷിക്കേണ്ടത്. അതിന് ദൈവഭക്തന്മാരെ അന്വേഷിക്കണം, ദൈവ മക്കൾ എവിടെയുണ്ടെന്ന് അന്വേഷിക്കണം, കൂട്ടായ്മ എവിടെയുണ്ടെന്ന് അന്വേഷിക്കണം, ആത്മീക ബന്ധം എവിടെയുണ്ടെന്ന് അന്വേഷിക്കണം, എവിടെ ചെന്നാൽ ഈ ആത്മീയ സന്തോഷം നിലനിർത്താമെന്ന് അന്വേഷിക്കണം. അതിനുവേണ്ടി പരിശ്രമിക്കണം, അതിനുവേണ്ടി നമ്മുടെ സമയം ചിലവഴിക്കണം. കൂട്ടായ്മയിൽ നിലനിൽക്കുക എന്ന് പറയുമ്പോൾ ഇത്തിരി റിസ്ക് ഉണ്ട് അതിൻ്റെ പിന്നിൽ. ആ റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറാകണം. അപ്പോഴാണൊരു പൂർണ്ണത കൈവരുന്നത്. ഇന്നിങ്ങനെ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് കൂട്ടായ്മ നമ്മൾ ചിലപ്പോൾ സ്വീകരിക്കും, ചിലപ്പോൾ തള്ളും. പാടില്ല. ദൈവത്തോട് അഭേദ്യമായ ഒരു നിരന്തര കൂട്ടായ്മ നമുക്കുണ്ടാകണം. ആത്മബന്ധം, വേർപിരിക്കാനാകാത്ത ഒരാത്മബന്ധം. ഈ കൂട്ടായ്മ ക്രിസ്തു നമ്മിലും നാം ക്രിസ്തുവിലും വസിക്കുന്ന ഒരവസ്ഥയാണ്. അത് യേശു ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 55-56 തിരുവചനങ്ങളിൽ, എൻ്റെ മാംസം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അവസാന പുനരുത്ഥാന നാളിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പോൾ യേശു ക്രിസ്തു എന്നിലും ഞാൻ യേശു ക്രിസ്തുവിലും ആകുക, ഞാൻ യേശു ക്രിസ്തുവിലും യേശു ക്രിസ്തു എന്നിലുമാവുക. അതിന് യേശു പറഞ്ഞു വച്ചിരിക്കുന്ന വഴിയാണ് പരിശുദ്ധ കുർബാനയുടെ സ്വീകരണം. കാഴ്ചയല്ല, സ്വീകരണം. നമ്മൾ ഒത്തിരി പേരിന്ന് കണ്ട് തൃപ്തിപ്പെടുന്നവരാണ്. കണ്ടാൽ ഈ കൂട്ടായ്മ ഉണ്ടാകില്ല. ക്രിസ്തു എന്നിലും ഞാൻ ക്രിസ്തുവിലും ഏകീഭവിപ്പാൻ അവൻ്റെ മാംസരക്തങ്ങൾ ഞാൻ ഭക്ഷിക്കണം, ഞാൻ പാനം ചെയ്യണം. ഇത് മനുഷ്യരാരും ഉണ്ടാക്കി പറഞ്ഞ ചിന്തയല്ല. യേശു കർത്താവ് സ്വന്തം നാവ് കൊണ്ട് വിളിച്ചു പറഞ്ഞ, പ്രഖ്യാപിച്ച യാഥാർത്ഥ്യമാണ്. ഇന്ന് ഒരുപാട് ആളുകൾ ഇതിനെ വേണ്ടവണ്ണം വിലമതിച്ചിട്ടില്ല. യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 6-ാം അധ്യായം വേദപുസ്തകത്തിൽ ഉണ്ടെന്ന് പോലും ചില ആളുകൾ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അവരൊക്കെ ഭയങ്കര ഭക്തരാണെന്നൊക്കെയാണ് പറയുന്നത്. ഈ കൂട്ടായ്മയുടെ വില നമ്മൾ മനസ്സിലാക്കണം. യേശു ക്രിസ്തു എന്നിലും ഞാൻ യേശു ക്രിസ്തുവിലും എങ്ങനെയായിത്തീരാമെന്ന് അതാണ് കർത്താവ് പറഞ്ഞത്. എൻ്റെ മാംസം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും. അപ്പോൾ ക്രിസ്തു എന്നിൽ വരികയാണ്. നിരന്തരമായി ഞാൻ പരിശുദ്ധ കുർബാന അനുഭവത്തിൽ നിൽക്കുമ്പോൾ വിട്ടുപിരിയാത്ത ബന്ധം ഞാൻ യേശു ക്രിസ്തുവുമായി സ്ഥാപിക്കുകയാണ്. പിന്നെ യേശു എന്നിലും ഞാൻ യേശുവിലും ഏകീഭവിക്കുകയാണ്. അത് നിരന്തരമായൊരു പ്രക്രിയയായി തുടരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ പിന്നെ ഒരു തെറ്റായ കൂട്ടുകെട്ടിലേക്ക് എനിക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ തെറ്റായ സാഹചര്യത്തിലുള്ള ആളുകൾ എന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കില്ല. അവൻ നിരന്തരമായി ദൈവാത്മബന്ധത്തിൽ നിൽക്കുന്ന ഒരാളാണ്. അവന് വെറുതെ ബുദ്ധിമുട്ടിലാക്കണ്ട, വിളിച്ചിട്ടും കാര്യമില്ല, വരികയില്ല. അവളെ വെറുതെ ബുദ്ധിമുട്ടിലാക്കണ്ട, വിളിച്ചിട്ടും കാര്യമില്ല, വരികയില്ല എന്ന് അക്കൂട്ടർക്ക് മനസ്സിലാകും. അപ്പോൾ ദൈവത്തോടുള്ള അഭേദ്യമായ ഒരു ബന്ധമാണ് കൂട്ടായ്മ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് പരിശുദ്ധ കുർബാനയാകുന്ന വിശുദ്ധ രഹസ്യത്തിലൂടെ നാം കണ്ടെത്തണം. അങ്ങനെ ഒരാധ്യാത്മിക ബന്ധത്തിൽ നാം ആകുമ്പോഴാണ് ആത്മീക ജീവനും ആത്മീക ബലവും നമ്മിൽ ഉണ്ടാകുന്നത്.
അങ്ങനെ ഒരു ബന്ധത്തിൽ നിലനിൽക്കുന്നവർക്ക് ഒരിക്കലും ആത്മീക ബലം, ആത്മീക ജീവൻ നഷ്ടപ്പെടില്ല. ഈ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾക്ക് ആത്മീക ബലവും ആത്മീക ജീവനും നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒന്നിനെയും നേരിടാൻ അവർ ശക്തരല്ല. വല്ലാതെ തളർന്നു പോവുകയാണ്, നിരാശപ്പെടുകയാണ്, പ്രതീക്ഷ കൈവിട്ടു പോവുകയാണ്, ആശങ്കപ്പെടുകയാണ്. അതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ കാരണം എൻ്റെ കൂട്ടത്തിൽ വേറെ ആരുമില്ല, ഞാൻ തനിച്ചാണ് എന്ന ഒരു ബോധമാണ്. അപ്പോഴാണ് ഒരാൾക്ക് ഭയമുണ്ടാകുന്നത്. കൂട്ടായ്മയിൽ നിലനിൽക്കുന്ന ഒരാൾക്ക് ഭയമുണ്ടാകില്ല, ഭയത്തിനൊരു സാധ്യത പോലുമില്ല. യേശുക്രിസ്തുവുമായി നിരന്തര ബന്ധം സ്ഥാപിച്ചു നിലനിർത്താൻ പരിശ്രമിക്കുന്ന ഒരാൾക്കും ജീവിതത്തിൽ ഒന്നിനെക്കുറിച്ചും ആശങ്കയുണ്ടാകില്ല. ഒരിക്കലും അവർ തളർന്നു പോകില്ല, നിരാശപ്പെടില്ല. അവരുടെ ജീവിതത്തിൽ തളർച്ച, തകർച്ച ഇതൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം അവർ നിരന്തരം ദൈവബന്ധത്തിലാണ്. ആത്മീക ജീവനും ആത്മീക ബലവും അവരിൽ നിരന്തരമായിട്ട് ഇങ്ങനെ ജ്വലിച്ചു കൊണ്ടിരിക്കും. അതാണ് ആധ്യാത്മിക മനുഷ്യരുടെ പ്രത്യേകത. അവരെ തളർത്തിക്കളയാൻ ലോകത്ത് ആര് വിചാരിച്ചാലും കഴിയില്ല, എത്ര ശ്രമിച്ചാലും കഴിയില്ല. അവർ ഏത് സാഹചര്യത്തെയും നേരിടും. കാരണം അവർ കരുത്തരാണ് എന്നൊരു ആത്മീക ബലം അവർക്കുണ്ട്. അച്ഛൻ മുമ്പ് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. പിതാവിൻ്റെ കൈപിടിച്ച് നടന്നു പോകുന്ന കുഞ്ഞിനെ പേടിപ്പിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവന് പണി കിട്ടും. പിതാവിൻ്റെ കൈപിടിച്ച് നടന്നു പോകുന്ന കുഞ്ഞിനെ പേടിപ്പിക്കാൻ ശ്രമിക്കുന്നവനോട് കുഞ്ഞ് വളരെ നിസ്സാരമായി പറയും പോടാ എന്ന്. കാരണം എൻ്റെ അപ്പൻ്റെ കയ്യിലാണ് ഞാൻ പിടിച്ചിരിക്കുന്നത്, അപ്പൻ എൻ്റെ കയ്യിലാണ് പിടിച്ചിരിക്കുന്നതെന്ന ബോധമുണ്ട് ആ കുഞ്ഞിന്. ഒറ്റയ്ക്ക് നടന്നു പോകുന്നൊരു കുഞ്ഞിനെ പേടിപ്പിക്കാൻ എളുപ്പമാണ്. അവന് കണ്ണുരുട്ടി കാണിച്ച് അവൻ വല്യവായി നിലവിളിച്ചുകൊണ്ട് ഓടും. കൂട്ടായ്മ ഒരു വലിയ ബലമാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഈ കൂട്ടായ്മ ബന്ധത്തിൽ നിൽക്കാനാണ് ഇന്ന് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കൂട്ടായ്മ എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മാത്രമല്ല, മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിലുമുണ്ട്. മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു കൂട്ടായ്മയുണ്ട്. മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു കൂട്ടായ്മയുണ്ട്. മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിലുള്ള കൂട്ടായ്മ എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തിലുള്ള കൂട്ടായ്മയുടെ തലത്തിൽ അത് എത്തില്ല. പക്ഷേ യഥാർത്ഥത്തിലൊരു കൂട്ടായ്മ മനുഷ്യരുടെ ഇടയിൽ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. ദൈവം മനുഷ്യരുടെ ഇടയിൽ സൃഷ്ടിച്ച ഏറ്റവും വലിയ കൂട്ടായ്മയാണ് കുടുംബം, ഭാര്യാഭർത്തൃ ബന്ധം. ഒട്ടും അകലങ്ങളില്ലാതെ ശരീരവും മനസ്സും ആത്മാവും ഒന്നാകുന്നതിന് വേണ്ടി ദൈവം രൂപം കൊടുത്ത മാനുഷിക കൂട്ടായ്മയാണ് കുടുംബം. ഇതാ ഈ സമയം മുതൽ നിങ്ങൾ രണ്ടല്ല ഒന്നാകുന്നു. ഇനി നിങ്ങൾ രണ്ട് പേരല്ല ഒരാളാകുന്നു. ഇനി നിങ്ങൾക്ക് രണ്ട് ചിന്ത പാടില്ല, ഒരു ചിന്ത. ഇനി നിങ്ങൾക്ക് രണ്ട് ഇടങ്ങൾ പാടില്ല, ഒരിടം. ഇനി നിങ്ങൾക്ക് രണ്ട് ശരീരമില്ല, ഒരു ശരീരം. ഇനി നിങ്ങൾക്ക് രണ്ട് മനസ്സില്ല, ഒരു മനസ്സ്. ഇനി നിങ്ങൾക്ക് രണ്ട് ആത്മാവില്ല, ഒരാത്മാവ്. ഇനി നിങ്ങൾക്ക് രണ്ട് ധ്യാനങ്ങളില്ല, ഒരു ധ്യാനം. ഇങ്ങനെ സ്നേഹിക്കാൻ വേണ്ടിയാ, കൂട്ടായ്മ പങ്കിടാൻ വേണ്ടിയാ ദൈവം കുടുംബം രൂപം കൊടുത്തത്. എന്നിട്ട് ഇപ്പോഴോ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലർ തിരിഞ്ഞ് ഭർത്താവിൻ്റെ മുഖത്തേക്കും ഭാര്യയുടെ മുഖത്തേക്കും ഒക്കെ നോക്കുന്നുണ്ട്. നോക്കിയതുകൊണ്ടൊന്നും കൂട്ടായ്മ ഉണ്ടാകില്ല. കൂട്ടായ്മ പിരിഞ്ഞു പോയെങ്കിൽ ദൈവം വിഭാവനം ചെയ്ത ആ അനുഗ്രഹീത കൂട്ടായ്മയിലേക്ക് മടങ്ങണം. ദൈവം ഒന്നായി നിൽക്കാൻ വിളിച്ചിട്ട് ഇപ്പോഴും രണ്ടായി നിൽക്കുന്നവരെ എന്ത് വിളിക്കണം? ദൈവ പദ്ധതിക്ക് പുറത്ത് ചാടിപ്പോയവർ, ദൈവത്തെ ദൈവപദ്ധതിയെ വെല്ലുവിളിക്കുന്നവരെന്നൊക്കെയല്ലേ വിളിക്കേണ്ടി വരിക. ദൈവമക്കളെ, നാം കൂട്ടായ്മയുടെ വില മനസ്സിലാക്കിയിട്ടുണ്ടോ? ഭാര്യയും ഭർത്താവും ഒന്നായിട്ട് നിന്നാൽ ആ കുടുംബത്തെ ആർക്കും ഒരർത്ഥത്തിലും ക്ഷതമേൽപ്പിക്കാൻ കഴിയില്ല, മുറിവേൽപ്പിക്കാൻ കഴിയില്ല, പരാജയപ്പെടുത്താനും കഴിയില്ല. ഭാര്യയും ഭർത്താവും ഒന്നായി നിന്നാൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ പോരടിച്ച് നിന്നാൽ ആ ഭവനം പിച്ച് കീറി നശിപ്പിക്കും ശത്രു. ഇതെങ്ങനെ ഈ കൂട്ടായ്മ നഷ്ടപ്പെടുന്നത്? നിങ്ങൾ രണ്ടും ഒന്നാണ്, രണ്ടല്ല എന്ന് പറഞ്ഞ ശേഷവും ഭർത്താവ് പറയും എനിക്ക് എൻ്റെ കാര്യം, നിനക്ക് നിൻ്റെ കാര്യം. ഞാൻ ഒരു വലിയ സംഗതിയാണ്, നീ ഒട്ടും കൊള്ളുകയില്ലാത്ത സംഗതിയാണ്. ഞാനൊരു ബുദ്ധിമാനാണ്, നീ ഒരു മണ്ടിയാണ്. എനിക്ക് ഉന്നത ബിരുദങ്ങളുണ്ട്, നിനക്കതിന് മാത്രമൊന്നുമില്ല. ഞാൻ ഒരു ഉന്നത കുലജാതനാണ്, നീ ഒരു പാവപ്പെട്ട വീട്ടിലെയാണ്. ഞാനൊരു വലിയ സംഭവമാണ്, നിന്നെ ഒന്നിനും കൊള്ളത്തില്ല എന്ന് ഭർത്താവ് പറയുമ്പോഴാണ് ഈ കൂട്ടായ്മ അങ്ങ് നഷ്ടപ്പെടുന്നത്. ഇത് ഭാര്യ പറഞ്ഞാലും അങ്ങനെ തന്നെ സംഭവിക്കും. കൂടുതൽ പറയുന്നത് ഭാര്യമാരാണോ എന്ന് ഇപ്പോഴത്തെ ഒരു സംശയം
ഈ പുതിയ കാലത്ത്? എനിക്ക് ഭയങ്കര വിദ്യാഭ്യാസമുണ്ട്, എനിക്കാണ് ശമ്പളം കൂടുതൽ, ഞാനാണ് വരുമാനം കൂടുതൽ ഉണ്ടാക്കുന്നത്, നിങ്ങളുണ്ടാക്കുന്നതിൻ്റെ ഇരട്ടിയുണ്ട് എനിക്ക് എന്നൊക്കെ പറയുന്ന ഭാര്യമാരുമുണ്ട്. അങ്ങനെ ഭാര്യ പറഞ്ഞ കാരണം ഒത്തിരി സങ്കടപ്പെട്ടിരിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. അച്ഛാ, എനിക്ക് വീട്ടിൽ വേലക്കാരൻ്റെ സ്റ്റാറ്റസേ ഉള്ളു, എൻ്റെ ഭാര്യ എന്നെ വെറും വേലക്കാരനായിട്ടാണ് കാണുന്നത്, എന്നോട് എന്തൊക്കെയാണ് കമാൻഡ് ചെയ്യുന്നതെന്നറിയാമോ? ഇന്നത്തെ പാത്രം കഴുകി വയ്ക്കാൻ താമസം, ഈ പണിയൊക്കെ പിന്നെ ആരാ ചെയ്യേണ്ടത്? മൊബൈൽ ഫോണിൽ തോണ്ടിക്കൊണ്ടിരുന്നിട്ട് എന്നോട് പറയുന്ന പരിപാടികളാണച്ചാ. എനിക്ക് ഈ മൊബൈൽ ഫോണൊന്ന് തുറന്ന് എൻ്റെ കൂട്ടുകാർ വിളിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ പോലും സമയം തരികയില്ല. അവൾ ജോലിക്ക് പോകുന്നുണ്ട്, ശമ്പളം കൊണ്ടുവരുന്നുണ്ട്, സത്യമാണ്. സത്യത്തിൽ എനിക്ക് പറ്റുന്ന ഒരു ജോലി കിട്ടാത്തതുകൊണ്ട് ഞാൻ ജോലിക്ക് പോകുന്നില്ല. അടുക്കളപ്പണി എടുക്കാം, പാത്രം കഴുകാം, ആഹാരം വിളമ്പി കൊടുക്കാം, എൻ്റെ അച്ഛ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ നോക്കാം. ഇതൊക്കെ ഞാൻ ചെയ്യുമ്പോഴും എന്നെ ഇങ്ങനെ പരിഹസിക്കേണ്ട കാര്യമുണ്ടോ? എപ്പോഴും എന്നെ അങ്ങ് താറടിച്ചുകൊണ്ടിരിക്കും. വേലക്കാരൻ്റെ ഒരവസ്ഥയിലായിപ്പോയി ഞാൻ. ആകെ ഒരു ഗുണമുള്ളത്, കിടക്കാൻ നേരത്ത് എന്നെ പുറത്തിറക്കി വിടുന്നില്ല, വേലക്കാരനെ പോലെ എന്നെ വേറൊരു മുറിയിൽ കിടക്കാൻ നിർബന്ധിക്കുന്നില്ല. ഇനി അതെപ്പോഴാണ് സംഭവിക്കുന്നതെന്നും കൂടെയാണ് എനിക്ക് ആശങ്കയെന്ന് ഒരിക്കൽ എൻ്റെ അടുത്ത് സങ്കടം പറഞ്ഞൊരു മനുഷ്യൻ്റെ മുഖം ഞാൻ ഓർക്കുന്നില്ല, പക്ഷേ സ്വരം ഞാൻ ഓർക്കുന്നുണ്ട്. മുഖം ഓർക്കാൻ പാടില്ല എന്നുള്ളത് ഒരു പ്രമാണമാണ്, മറക്കണം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മളൊന്ന് തൂക്കി നോക്കിയേ, ഓർത്ത് നോക്കിയേ, ഈ കൂട്ടായ്മ ദൈവം രൂപീകരിച്ചു തന്ന കുടുംബം എന്ന കൂട്ടായ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? രണ്ടായിട്ടാ? എങ്കിൽ കൂട്ടായ്മയില്ല. ഇനി ദൈവം ഒരുക്കിക്കൂട്ടിത്തന്ന കുടുംബത്തിലെ ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഒരു കൂട്ടായ്മയില്ലെങ്കിൽ ആ രണ്ടു പേർക്കും ദൈവവുമായിട്ടും യാതൊരു കൂട്ടായ്മയുമില്ല. ഭാര്യാഭർത്താക്കന്മാർക്ക് തമ്മിലൊരു കൂട്ടായ്മയില്ലെങ്കിൽ അവർക്ക് ദൈവവുമായിട്ടൊരു കൂട്ടായ്മയില്ല. അത് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ഉണ്ടാകില്ല. കാരണം ദൈവം കൂട്ടിക്കൊടുത്ത പങ്കാളിയെ കൂടെ നിർത്താൻ കഴിയാത്ത ഒരാൾക്ക് പിന്നെ ദൈവത്തിൻ്റെ കൂടെ നിൽക്കാൻ എങ്ങനെ കഴിയും? ദൈവത്തെ കൂടെ നിർത്താൻ എങ്ങനെ കഴിയും? കൂട്ടായ്മ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കൂട്ടായ്മയുടെ വില മനസ്സിലാക്കുക. ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ സോളമൻ, മുപ്പിരിച്ചരട് ഒരിക്കലും അറ്റുപോകയില്ലെന്ന്. 3 ചരട് ഒരുമിച്ച് പിരിച്ചാൽ അത് അറ്റുപോകാൻ സാധ്യത കുറവാണ്. കൂട്ടായ്മയുടെ ബലം അത് തന്നെയാണ്. ഭാര്യാഭർത്താക്കന്മാർ ഒരുമിച്ച് നിന്നാൽ അവരെ തോൽപ്പിക്കാൻ കഴിയില്ല, അവരെ പരാജയപ്പെടുത്താൻ കഴിയില്ല. മാതാപിതാക്കളും മക്കളും ഒരുമിച്ച് നിന്നാൽ ആ വീട്ടിലെ കുഞ്ഞുങ്ങളും ആ ചരടിൽ ഒരുമിച്ച് നിൽക്കും. അവിടെ ഭിന്നതകളുണ്ടാകില്ല, കുഞ്ഞുങ്ങൾക്ക് സ്വകാര്യ ലോകങ്ങളുണ്ടാകില്ല, അവർക്കിടയിൽ ഒരു കലഹങ്ങളുണ്ടാകില്ല, അവർ സ്വകാര്യ ലോകത്തേക്ക് പോയി വേറെ കുഴപ്പങ്ങളുണ്ടാക്കില്ല. മാതാപിതാക്കൾ ഒരുമിച്ചാണെങ്കിൽ മക്കളും ഒരുമിച്ചായിരിക്കും. മാതാപിതാക്കൾ തമ്മിൽ ഭയങ്കര സ്നേഹവും ഭയങ്കര പ്രണയവും ഭയങ്കര കൂട്ടായ്മയുമുള്ള വീട്ടിലെ മക്കളും അതിനോട് ചേർന്നായിരിക്കും നിൽക്കുന്നത്. അപ്പൻ അമ്മയെ കണ്ട മിണ്ടത്തില്ല, അമ്മ അപ്പനെ കണ്ട മിണ്ടത്തില്ല, രണ്ടുപേരും പുറംതിരിഞ്ഞിരിക്കും. വല്ലപ്പോഴും വല്ലതും മിണ്ടിയാൽ അത് ലഹളയിലെ കലാശിക്കത്തുള്ളൂ എന്നുള്ള വീട്ടിലെ മക്കൾ അവരുടേതായ ഇടങ്ങൾ തേടും, ലോകവും കണ്ടെത്തും. പിന്നെ അവിടെ ഒരു കൂട്ടായ്മ എങ്ങനെ ഉണ്ടാവുക? നശിച്ചു പോയ കുടുംബങ്ങളിലെല്ലാം സംഭവിച്ചത് ഇതാണ്. ദൈവം വിഭാവനം ചെയ്ത കുടുംബം എന്ന കൂട്ടായ്മ വേണ്ട അർത്ഥത്തിൽ അവിടെ ഉണ്ടായില്ല. ഭാര്യയ്ക്ക് തോന്നിയ വഴി ഭാര്യ, ഭർത്താവിന് തോന്നിയ വഴി ഭർത്താവ്, അതിനിടയിലുണ്ടായ മക്കൾ, ഈ കുടുംബമാണ് നശിച്ചു പോകുന്നത്. കൂട്ടായ്മയുള്ള കുടുംബങ്ങൾക്ക് ക്ഷതമേൽക്കില്ല, ക്ഷതമേൽപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. അപ്പോൾ കൂട്ടായ്മയുടെ 2 തലങ്ങൾ പറഞ്ഞു. ഒന്ന് കുടുംബത്തിലെ കൂട്ടായ്മ, 2 ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ. അടിസ്ഥാനപരമായി വേണ്ടത് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയാണ്. ഇനി അച്ഛൻ ഇത്ര കൂടെ പറയാം, ദൈവവുമായിട്ട് കൂട്ടായ്മയിലിരിക്കുന്ന 2 പേർ ഒരു കുടുംബമായിട്ട് വന്നാൽ അവിടെ കൂട്ടായ്മ ഉറപ്പായിട്ടും ഉണ്ടാകും. ദൈവവുമായിട്ട് കൂട്ടായ്മയിലില്ലാത്ത ആളുകൾ കുടുംബജീവിതത്തിൽ വരുമ്പോഴാണ് കുടുംബത്തിൽ കൂട്ടായ്മയില്ലാതെ വരുന്നത്. ദൈവത്തോട് കൂട്ടായ്മയുള്ള ആളുകൾ വിവാഹ ഒരുക്കത്തിന് വേണ്ടി കുമ്പസാരിക്കാൻ പറയുമ്പോൾ ഞാനെങ്ങും പോകത്തില്ല. എന്തിനാ ഇപ്പോൾ കുമ്പസാരിക്കുന്നത്? കുമ്പസാരിച്ചില്ലെങ്കിൽ പെണ്ണ് കെട്ടാൻ പറ്റത്തില്ലെങ്കിൽ രജിസ്റ്റർ ഓഫീസിൽ പോയി കെട്ടിയാൽ മതി. ദൈവവുമായിട്ട് കൂട്ടായ്മ ഉള്ള ഒരാൾക്ക് കുമ്പസാരിക്കാൻ മടിയുണ്ടാകില്ല. അവർക്ക് അവരുടെ പാപങ്ങളെക്കുറിച്ച് അനുതപിക്കാൻ ലജ്ജയുണ്ടാവില്ല. അത് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കുടുംബജീവിതത്തിന് ഒരുങ്ങാൻ അവർക്ക് മടിയുണ്ടാകില്ല. സത്യത്തിൽ ദൈവവുമായിട്ട് ഒരു കൂട്ടായ്മയില്ലാത്ത ആളുകളാണ് ഇങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ പുറംതിരിഞ്ഞു നിൽക്കുന്നത്. എന്നിട്ട് എല്ലാവരും കൂടെ ഉന്തിത്തള്ളി കൊണ്ടുപോയി കുമ്പസാരത്തിന് നിർത്തി. കുമ്പസാരം നടത്തിയിട്ടില്ല, വെറും ഒരു ചടങ്ങ്, ഒരു കബളിപ്പിക്കൽ നടത്തിയിട്ട് ഈ ആൾ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ഇല്ലാതെ കുടുംബജീവിതത്തിലേക്ക് വന്നാൽ എങ്ങനെയാണ് കുടുംബത്തിൽ കൂട്ടായ്മ ഉണ്ടാവുക? കുടുംബത്തിൽ കൂട്ടായ്മയില്ലെങ്കിൽ പിന്നെ തലമുറകളുടെ ഭാവി എന്താകും? ഈ വേദഭാഗത്ത് വേറെ മനോഹരമായ ചില ചിന്തകൾ കൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. യേശുക്രിസ്തുവിൽ വേരൂന്നണം.
വേരൂന്നുക എന്ന് വെച്ചാൽ ഇനി ഇളക്കം തട്ടാതെ ഉറച്ചു നിൽക്കാൻ വേണ്ടിയാണ്. ആഴത്തിൽ വേരൂന്നിയ ഒരു മരത്തെ കാറ്റ് പിടിച്ചാൽ അതിനെ മറിച്ചിടാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, വേരൂന്നുക എന്ന് വെച്ചാൽ ഏത് പ്രാതികൂല്യത്തെയും നേരിടാൻ കരുത്ത് സമ്പാദിക്കുക. എവിടെ വേരൂന്നണം? യേശു ക്രിസ്തുവിൽ വേരൂന്നണം. നമ്മൾ ഇരിക്കുന്നിടത്ത് വേരിറങ്ങുന്നവരാ. ചില ആളുകൾ ചില കസേരയിലിരുന്നാൽ പിന്നെ അവിടെ നിന്ന് എണീപ്പിക്കണമെങ്കിൽ സാധ്യമാവില്ല. മരിച്ചാൽ കസേര അടക്കം കുഴിച്ചിടണം. അങ്ങനെ വേരിറങ്ങുന്നതിനെക്കുറിച്ചല്ല പറഞ്ഞത്. യേശു ക്രിസ്തുവിൽ വിശ്വാസം മൂലം വേരിറങ്ങണം. ഒരു ശക്തിക്കും തകർക്കാനാകാത്ത സത്യവിശ്വാസം യേശുവിൽ നാം ഉറപ്പിക്കണം. വീണ്ടും പറയുന്നത് ആത്മീക വർധന പ്രാപിക്കുക എന്നാണ്. വേരൂന്നിയിരുന്നാൽ പോരാ, വളർച്ചയുണ്ടാകണം. ഒരു മരം മണ്ണിൽ നട്ട് മണ്ണിൽ വേരോടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് മരം വളരും. അതുപോലെ യേശുക്രിസ്തുവിൽ വേരൂന്നിയ ദൈവമക്കൾ യേശുക്രിസ്തുവിൽ വളരണം. വളർച്ചയാണ് പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മളോട് ചോദിക്കുന്നത്. വീണ്ടും പറയുന്നു, വിശ്വാസത്താൽ ഉറയ്ക്കണം. അപ്പോൾ വളർച്ച ഉണ്ടാകുന്നത് പോലെ തന്നെ നാം ഉറപ്പുള്ളവരാകണം. എന്തും നേരിടാനുള്ള കരുത്ത് സമ്പാദിക്കണം. അത് ഈ കൂട്ടായ്മയിൽ നിന്നാൽ ഉറപ്പായിട്ട് സാധിക്കും. യേശുക്രിസ്തുവുമായി അഭേദ്യമായ കൂട്ടായ്മ ബന്ധത്തിൽ ഒരാൾ നിലനിൽക്കുന്നിടത്തോളം ജീവിതത്തിൽ കൊടുങ്കാറ്റടിച്ചാലും പേമാരി പെയ്താലും കടലിളകിയാലും സമുദ്രം കയറി വന്നാലും അവർ നിവർന്നു നിൽക്കും. അതാണ് യേശു പാറമേൽ വീടുപെടുന്ന മനുഷ്യനെ ചേർത്ത് വെച്ചത്. ബുദ്ധിമാൻ പാറമേൽ വീടുപെടുന്ന മനുഷ്യന് തുല്യനാണ്. കർത്താവിന് വചനം കേട്ട് പ്രമാണിക്കുന്നവൻ തന്നെ. കൊടുങ്കാറ്റടിച്ചു, പേമാരി പെയ്തു, തിരമാലകൾ വരുന്നു, അതിന്മേൽ അലച്ചു, പക്ഷേ അത് അടിസ്ഥാനം പാറമേലാകയാൽ ഇളകിയില്ല. ഇതാണ് പ്രിയപ്പെട്ടവരെ കർത്താവുമായി കൂട്ടായ്മയിൽ നിൽക്കുന്നവരുടെ ഉറപ്പ്. ജീവിതത്തിൽ ഏത് പ്രാതികൂല്യത്തെയും അവർ നേരിടും. അവർക്ക് കുലുക്കമുണ്ടാകില്ല. കാരണം യേശുക്രിസ്തുവിലാണ് അവരുടെ ഉറപ്പും വേരും. വീണ്ടും ചേർത്ത് വയ്ക്കുന്നത് അപ്പോസ്തലൻ പറഞ്ഞു വയ്ക്കുന്നത് സ്തോത്രത്തിൽ കവിയണം എന്നാണ്. നമ്മളിരിക്കേണ്ട വിധങ്ങളാണ് പറഞ്ഞത്. സ്തോത്രത്തിൽ കവിയണം എന്ന് വെച്ചാൽ സ്തോത്രത്തിൽ കവിയണമെന്ന് പറഞ്ഞത് നന്ദി ഉണ്ടായിരിക്കണമെന്നതിനെക്കുറിച്ചാണ്. നന്ദിയുടെ പ്രകടനമാണ് സ്തോത്രം, ആരാധന എന്നൊക്കെ പറയുന്നത്. എന്നെ ഞാനായി നിലനിർത്തിയ, എന്നെ തൻ്റെ കൃപയിൽ പൊതിഞ്ഞു പിടിച്ച, എന്നെ ഇന്നോളം വഴി നടത്തിയ, എന്നെ ഒരുപാട് വാത്സല്യിക്കുന്ന എൻ്റെ ദൈവത്തിന് ഞാൻ നന്ദി പറയണം. നിരന്തരമായി ദൈവത്തിന് ആരാധന കരയേറ്റുക, സ്തോത്രം ചെയ്യുക. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറയാൻ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ ജീവിതം അതിന് മാത്രമേ ഉപകരിക്കത്തുള്ളൂ. വേറെ ഒന്നിനും പിന്നെ സമയം കാണത്തില്ല. അതിനും മാത്രം നന്ദി പറയാനുണ്ട്. പക്ഷേ നമ്മുടെ ആളുകൾ ഇന്ന് വരെ ദൈവം ചെയ്ത ഉപകാരങ്ങളൊന്നും കണ്ടിട്ടില്ല. എനിക്ക് ഏതാണ്ട് അവകാശമായിരുന്നു ഇതൊക്കെ, ദൈവം എനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ പിടിച്ചു വാങ്ങുമായിരുന്നു, അതുകൊണ്ട് കിട്ടിയതൊക്കെ എൻ്റെ സാമർഥ്യം കൊണ്ട് കിട്ടിയതാണ് എന്ന അഹന്ത കൊണ്ട് നന്ദി പറയാൻ മറന്നു പോകുന്ന മനുഷ്യർ. ഇന്ന് ഒത്തിരി പേർക്ക് ദൈവത്തോട് നന്ദി പറയാനായിട്ട് മനസ്സില്ല. ദൈവസന്നിധിയിൽ മുട്ടുമടക്കാൻ മനസ്സില്ല. തെല്ല് നേരം ഒന്ന് വിനയപ്പെട്ടിരിക്കാൻ മനസ്സില്ല. ദൈവമേ സ്തുതി, സ്തോത്രം, നന്ദി എന്ന് പറയാൻ മനസ്സില്ല. എല്ലാം എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ നേടി, എൻ്റെ അധ്വാനം കൊണ്ട് ഞാൻ നേടി, എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ നേടി, എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ട് എനിക്ക് കിട്ടി, ഞാൻ പഠിച്ചത് കൊണ്ട് എനിക്ക് നേടാൻ പറ്റി, ഞാനാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാന ഉത്തരവാദി, ഞാനാണ് കാരണമെന്ന ചിന്ത തെറ്റ്. ആരെങ്കിലും നിവർന്നു നിൽക്കുന്നെങ്കിൽ സ്വന്തം കഴിവാൽ നിന്നതല്ല, ദൈവം നിർത്തിയതാണ്. ആരെങ്കിലും എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ സ്വന്തം കഴിവാൽ നേടിയതല്ല, ദൈവം ദാനമായി തന്നതാണ്. ആരെങ്കിലും ഇന്നോളം പരിക്ക് പറ്റാതെ നടന്നെത്തിയെങ്കിൽ ദൈവമക്കളെ സ്വന്തം കഴിവാൽ നടന്നെത്തിയതല്ല, സർവശക്തൻ നടത്തിക്കൊണ്ടുവന്നതാണ്. അവനോടുള്ള കൂട്ടായ്മയിൽ നിൽക്കുക. അവനോടുള്ള കൂട്ടായ്മയിൽ നിൽക്കുമ്പോൾ തന്നെ അവനിൽ വേരൂന്നുക, അവനിൽ വളരുക, അവനിലുള്ള വിശ്വാസത്തിൽ ഉറയ്ക്കുക, അവനോട് നിരന്തരം നന്ദി പറയുക. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമാകേണ്ടത്. ഓർക്കുക, കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ നിൽപ്പീൻ. ആ കൂട്ടായ്മയിൽ നിന്നാൽ നമ്മുടെ ജീവിതം എല്ലാ തലങ്ങളിലും അർത്ഥപൂർണമായി തീരും. ഈ ചിന്ത നമ്മളെ ഒരുക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ കർത്താവേ, തൃപ്പാദപീഠത്തിൽ ചേർന്ന് വന്നതിൻ്റെ മക്കളെ വിളിച്ച് അവിടുന്ന് ഞങ്ങളോട് മധുരമായി സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ. കൂട്ടായ്മയുടെ അനിവാര്യതയെക്കുറിച്ച്, കൂട്ടായ്മയുടെ ആഴത്തെക്കുറിച്ച്, കൂട്ടായ്മ ഞങ്ങളുടെ ജീവിതത്തിൽ തരുന്നതായ ആനന്ദത്തെക്കുറിച്ചൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. ദൈവമേ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾക്കൊരു വലിയ കൂട്ടായ്മ ഉണ്ടാകണം. ഒപ്പം അവിടുന്ന് ഒരുക്കി തന്ന കുടുംബത്തിലും ഒരു വലിയ കൂട്ടായ്മ ഉണ്ടാകണം. സ്വാർത്ഥതയും അഹങ്കാരവും നികളവും മത്സരവും ഞങ്ങളുടെ ജീവിതത്തെ ഭരിച്ചിട്ട് ദൈവമേ, കൂട്ടായ്മയിൽ നിന്ന് അന്യപ്പെട്ടു പോകുവാൻ, അകലം പാലിക്കുവാൻ ഞങ്ങൾക്കിടവരരുതേ. വിനയപ്പെട്ടും താഴ്മ ധരിച്ചും
ആ സ്വർഗീയ കൂട്ടായ്മയിൽ നിന്ന് പിരിയാതെ കർത്താവിൽ ഉറ്റിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അവിടുത്തെ കരവും അവിടുത്തെ കൃപയും അവിടുത്തെ പരിപാലനവും ഞങ്ങളോട് കൂടെ ഇരിക്കണം. ഞങ്ങളെ ശക്തീകരിക്കണം. നല്ല നാഥ, പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. അവിടെ നിന്ന് മഹത്വം എടുക്കണം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.